ബംഗ്ലാദേശ് കലാപത്തിന് പിന്നിൽ യൂനിസ് സർക്കാരിന്റെ ഗൂഢാലോചന. ഷെരീഫ് ഒസ്മാൻ ഹാദി കൊല്ലപ്പെട്ടതിന് പിന്നിൽ മുഹമ്മദ് യൂനിസ് സർക്കാർ എന്ന് ഹാദിയുടെ കുടുംബം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കാനുള്ള തന്ത്രങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു ആക്രമണം. ഭാരതത്തിനെതിരെ പ്രതിഷേധങ്ങൾ തിരിച്ചുവിടാനുള്ള നീക്കമായിരുന്നു ഷെരീഫ് ഒസ്മാൻ ഹാദിയുടെ കൊലപാതകമെന്നും ഷെരീഫ് ഒസ്മാൻ ഹാദിയുടെ സഹോദരന്റെ പ്രതികരണം. ഷെയ്ഖ് ഹസീന സർക്കാരിനെ താഴെയിറക്കാൻ നടത്തിയ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയ ഷെരീഫ് ഉസ്മാൻ ഹാദി കഴിഞ്ഞ 17-നാണ് അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. ഇതേ തുടർന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷം ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ വീണ്ടും ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണങ്ങളുണ്ടായി. എന്നാൽ ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിന് പിന്നിൽ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന് നേതൃത്വം നൽകുന്ന മുഹമ്മദ് യൂനിസ് ആണെന്നാണ് ഹാദിയുടെ കുടുംബം ആരോപിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കുവാനുള്ള തന്ത്രങ്ങളുടെ ഭാഗമായിരുന്നു കൊലപാതകം. പ്രതിഷേധങ്ങൾ ഭാരതത്തിനെതിരെ തിരിച്ചുവിടുവാനുള്ള ഗൂഢനീക്കങ്ങളും നടത്തിയതായി ഉസ്മാൻ ഹാദിയുടെ സഹോദരൻ വെളിപ്പെടുത്തി. বাংলাদেশের কোটি কোটি মানুষ ওসমান হাদির বিচারের অপেক্ষায় আছে। সরকারের কাছে আমি অনুরোধ করব, আপনারা যারা রাষ্ট্র ক্ষমতায় থাকাকালীন অবস্থায় ওসমান হাদিকে হত্যা করা হয়েছে, এই হত্যার দায় আপনারা এড়াতে পারবেন না। ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട കലാപങ്ങൾക്ക് ഇനിയും ശമനമായില്ല. ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയാണ്. സ്ത്രീകളെ കൂട്ടബലാത്സംഗത്തിന് ഇരകളാക്കുന്നു. ക്ഷേത്രങ്ങളും ഹിന്ദുക്കളുടെ വീടുകളും അഗ്നിക്കിരയാകുന്നു. അതേസമയം സംഭവത്തെ ഗൗരവമായി കണ്ട് ഭാരത സർക്കാർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ജനം, ഡൽഹി.